ചെളിക്കുളമായി ആനക്കര ഗ്രാമപഞ്ചായത്തിലെ പള്ളിപ്പടി മേലഴിയം പാത. ദേശീയപാത നിർമ്മാണത്തിനായി കുന്നിടിച്ച ഭാഗത്തെ മണ്ണാണ് മഴയിൽ പാതയിലേക്ക് ഒന്നാകെ ഒലിച്ചിറങ്ങിയത്. ഇതുമൂലം ദുരിതത്തിലായിരിക്കുകയാണ് യാത്രക്കാരും പ്രദേശവാസികളും. കുമ്പിടി മേലഴിയം ഭാഗത്തെ കുന്നിടിച്ചു നിരത്തിയാണ് ദേശീയപാത നിർമ്മാണത്തിനായി മണ്ണ് ഖനനം നടത്തിയത്. കഴിഞ്ഞ ദിവസങ്ങളിലായി പെയ്ത മഴയിൽ പാതയിലേക്ക് കുന്നിൻ ഭാഗത്തുള്ള മണ്ണെല്ലാം ഒലിച്ചിറങ്ങുകയായിരുന്നു. ഇതോടെ കാൽനട യാത്രയ്ക്കും വാഹനയാത്രയ്ക്കും ഏറെ ദുരിതത്തിലായെന്നാണ് നാട്ടുകാർ പറയുന്നത്. ഇപ്പോൾ ഈ ഒരു റോട്ടിൽ കൂടെ വളരെ കഷ്ടപ്പെട്ടാണ് ഞങ്ങൾ രണ്ടുപേരും വന്നിട്ടുള്ളത്. ജീവൻ വരെ കയ്യിൽ പിടിച്ചിട്ട് വേണം ഇതിലൂടെ വരണമെന്നുണ്ടെങ്കിൽ. ഇപ്പോൾ ഹൈവേക്ക് മണ്ണ് കൊണ്ടുപോയതിന് ശേഷം ഇപ്പോൾ 2 ദിവസമായിട്ട് നല്ല മഴയാണ്. ഇതിനെതിരെ ഒരു തരത്തിലും ഒരു അധികാരികൾ പോലും വന്നിട്ട് അതൊന്നും മാറ്റാനുള്ള ഒരു ശ്രമം ഇവിടെ നടന്നിട്ടില്ല. ഇനിയിപ്പോൾ ഈ റോഡിൻ്റെ മേലെ ഒരു മനുഷ്യജീവൻ ബലി കൊടുത്താൽ മാത്രമാണ് അധികാരികൾ കണ്ട് വരുള്ളൂ. ഈ റോഡ് പഴയ പോലെ നമുക്ക് യാത്ര ചെയ്യാനുള്ള സംവിധാനത്തിലോട്ട് മാറ്റി തരികയുള്ളൂ. ഇനി ജൂൺ 4 സ്കൂൾ തുറക്കുകയാണ്. കുട്ടികൾക്ക് ഇത് കൂടെ നടന്നിട്ട് പറ്റില്ല. 1-2 പ്രാവശ്യം നമ്മൾ കംപ്ലയിൻറ്റ് ചെയ്തിട്ടുള്ളത്. ഒരാൾ പോലും ഈ വഴിക്ക് തിരിഞ്ഞു നോക്കിയിട്ടില്ല ഇതുവരെ. ഇന്ന് രാത്രി മഴ പെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീണ്ടും ആ കുന്നുമെന്നുള്ള ചളി ഈ റോഡിലേക്ക് വരും, അപ്പുറത്തെ വീടുകളിലോട്ട് പോകും. ഇങ്ങനെ ദിവസം ഈ ഒരു പ്രക്രിയ വീണ്ടും തുടർന്നുകൊണ്ടേയിരിക്കും. ഇതിപ്പോൾ 2 ദിവസമായിട്ട് മഴ പെയ്തപ്പോൾ റോഡിലോട്ട് ഒലിച്ചിറങ്ങിക്കുകയാണ്. കൂടി വന്നുകൊണ്ടിരിക്കുക തന്നെയാണ്. കാരണം ഇന്നലെ ഇത് കുറേ അധികം മാറ്റിയാണ്. അവിടെ 2-3 ബൈക്ക് യാത്രക്കാർ വീണതിന് ശേഷം ഇതൊക്കെ മാറ്റി വന്നാണ് ഇന്ന് രാവിലെ വീണ്ടും മഴ പെയ്തപ്പോൾ ഇതേ അവസ്ഥ. തീർന്നില്ല. പാതയിലേക്ക് പതിച്ച ചെളിവെള്ളം താഴ്ഭാഗത്തുള്ള വീടുകളിലേക്കും പരന്നൊഴുകി. വീടിനു ചുറ്റും ചെളി നിറഞ്ഞ അവസ്ഥയാണിപ്പോൾ. കൂടാതെ കിണർവെള്ളവും മലിനപ്പെട്ടെന്ന് വീട്ടുകാർ പരാതിപ്പെട്ടു. ഇവിടെ അവസ്ഥ മുകളിൽ ഇപ്പോൾ കുന്ന് പോയപ്പോൾ കംപ്ലീറ്റ് വെള്ളം നമ്മളെ താഴത്തേക്കാണ് ഒലിക്കുന്നത്. വെള്ളം മാത്രമല്ല, വെള്ളമാണ് തിരക്കടി ചെയ്ത് ചെളിയും വരുന്നുണ്ട്. ആളിപ്പോൾ അവസ്ഥ കണ്ടില്ല, ഫോട്ടോ എടുത്തില്ലേ? ആളിപ്പോൾ ഇവിടുത്തെ അവസ്ഥ. കിണറിൽ വെള്ളം ചുവപ്പ് ആയിട്ടുണ്ട്. വെള്ളം ആവുമല്ലോ, കാരണം ആൾറെഡി ഈ ചുവന്ന വെള്ളമല്ലേ ചെല്ലുന്നത്. എല്ലാവരും ഗതി തന്നെ. റോഡ് നന്നാക്കാൻ വേണ്ടി കരാർ കൊടുത്ത അവരിപ്പോൾ JCB കൊണ്ടേ പറഞ്ഞിട്ടുണ്ട് നേരെയാക്കാൻ. JCB വന്നായി, JCB പണ്ട് പോയിട്ടുണ്ട്. വന്നാൽ എന്തെങ്കിലും ചെയ്യാമെന്ന് മാത്രം. എന്നാലും ഇതൊരു പരിഹാരമാവില്ലേ? മണ്ണെടുത്ത ഭാഗത്തെ കുറച്ചു ഭാഗങ്ങൾ പാതയിലേക്ക് ഇടിഞ്ഞു വീണ് അപകടമുണ്ടാവാൻ സാധ്യതയുണ്ടെന്നും ഇതിന് അധികൃതർ പരിഹാരം കാണണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു. ദേശീയപാത നിർമ്മാണത്തിനായി ഭാരമേറിയ വാഹനങ്ങളിൽ മണ്ണ് കൊണ്ടുപോയതുമൂലം 2 കിലോമീറ്റർ വരുന്ന പള്ളിപ്പടി മേലഴിയം പാത തകർന്നടിഞ്ഞ സ്ഥിതിയാണിപ്പോൾ. മഴയിൽ ചെളിമണ്ണ് കൂടി പാതയിൽ അടിഞ്ഞുകൂടിയതോടെ ദുരിതം ഇരട്ടിയാക്കിയെന്നാണ് നാട്ടുകാരുടെ പരാതി. എന്നാൽ റോഡിന്റെ നവീകരണ പ്രവൃത്തി ഉടൻ നടത്തുമെന്നും പാതയിലെ മണ്ണ് നീക്കം ചെയ്യാനുള്ള നടപടി സ്വീകരിച്ചിട്ടുണ്ടെന്നുമാണ് അധികൃതരുടെ വിശദീകരണം. NCV ന്യൂസ് തൃത്താല. വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെയുണ്ടെന്ന വിശ്വാസം. ബാസിത് വെഡിംഗ് മോൾ, ബാസിത് ആർക്കേഡ്, പൂങ്കോട്ടുകുളം, തിരൂർ.